വീണോട്ടെ, ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് വീണോട്ടെ, അല്ലെങ്കിൽ ഇന്ന സ്റ്റോക്ക് വീണു, നിഫ്റ്റി വീണു, നമ്മളെന്തിനാണ് കൺസേൺ ആവുന്നത്? അതായത് US മാർക്കറ്റ് വീഴുന്നതുകൊണ്ട് തന്നെ എന്തായാലും അതിന്റെ റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ പറ്റും. മാർക്കറ്റ് അതിന്റെ സ്ട്രെങ്ത്തിലോട്ട് വന്നിട്ടില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സെക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ട്? പേഴ്സണലി അഗൈൻ പറയുന്നത് ഈ ഒരു ഡിപ്പാണ് യഥാർത്ഥ ഓപ്പർച്യൂണിറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയൊരു ഫാളാണ് ഈ ഒരു താരിഫ് ഇഷ്യൂ കൊണ്ട് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. നമ്മൾ വളരെ സമാധാനത്തോടെ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറയുകയും നമ്മൾ കഴിഞ്ഞ തവണ 3 ലോകമായത് ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. അത് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇത്രയൊരു സെല്ലിംഗ് ഇന്ത്യൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും വൺ സെല്ലിംഗ് ആണ് നടക്കുന്നത്. US-ലാണ് ഏറ്റവും, നമ്മൾ പറഞ്ഞ പോലെ ഐഫോണൊക്കെയാണ്, ആപ്പിളൊക്കെയാണ് ഏറ്റവും കൂടുതൽ വീഴുന്നത്. US-ൻ്റെയൊക്കെ വീഴ്ച കണ്ടിട്ട് നാസ്ഡാക്ക് ഓൾ ടൈം ഹൈയിൽ നിന്ന് 20%-ലധികം, അതായത് ഒരു ബിയർ മാർക്കറ്റ് മോഡിലോട്ട് പോയി. ഇതിവിടെ നിൽക്കുമോ എന്ന് പോലും ഇല്ല. അപ്പോൾ ചൈന തിരിച്ച് യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, തിരിച്ച് ഞങ്ങളും അതേ താരിഫ് കൊടുക്കുന്നു എന്നൊക്കെ. വ്യാപാര യുദ്ധമാണ്. അതെ, ഇത് ലോകത്ത് ആദ്യമായിട്ടല്ല ഇതുപോലുള്ള വ്യാപാര യുദ്ധങ്ങൾ നടക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അമേരിക്ക ആക്ച്വലി എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമുക്ക് പറയാം ട്രംപിൻ്റെ 2 വർഷക്കാലം, ആദ്യത്തെ 2 വർഷക്കാലം താരിഫ് കൂട്ടി വരുമാനം കൂട്ടിക്കൊണ്ട് അമേരിക്കയുടെ കടം കുറയ്ക്കുക എന്നുള്ളൊരു എയിമിൻ്റെ പിന്നിലുണ്ടാകാം. അമേരിക്കയിലോട്ട് കമ്പനികൾ തിരിച്ചു വരുന്നു എന്ന് നമ്മൾ ഈ ഹിസ്റ്ററി പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് താരിഫ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ താരിഫ്, ഇത്ര നാൾ എന്തുണ്ടായിരുന്നില്ല, എന്തുകൊണ്ട് ഇത്ര നാൾ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ പറയുന്ന 91-ലൊക്കെ നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ച ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു വേർഡിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം. ഗ്ലോബലൈസേഷൻ ഇന്ത്യയിൽ മൻമോഹൻ സിംഗ് ധനമന്ത്രിയായിരിക്കുന്ന സമയത്ത് 91-ലാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. അതായത് ഒരു ഗ്ലോബൽ വില്ലേജ്, അല്ലെങ്കിൽ ലോകം മൊത്തം ഒരു കുഞ്ഞു ഗ്രാമമായിട്ട് മാറുന്നു. എല്ലാ രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താരിഫില്ലാതെ, നികുതി കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയ സാധനം നമുക്ക് ചൈനയിൽ വിൽക്കാൻ പറ്റണം, ഇന്ത്യയിൽ ഉണ്ടാക്കിയ സാധനം US-ൽ വിൽക്കാൻ പറ്റണം, US-ൽ ഉണ്ടാക്കിയ സാധനം അതുപോലെ തന്നെ ഇന്ത്യയിൽ വന്ന് വിൽക്കാൻ പറ്റണം എന്നുള്ള ഒരു കൺസെപ്റ്റ്, ഇന്ത്യൻ മാർക്കറ്റ് മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുക എന്നുള്ളത്. ഇതാണ് ഇന്ത്യ 91 ചെയ്തത്. ഇത് ഈ പറയുന്ന UK-യും അമേരിക്കയും ഒക്കെ ഒത്തിരി നാളുകളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന കാര്യമാണ്, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനൊക്കെ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഒരു കാലത്ത് അവരായിരുന്നു വേൾഡിലെ മാനുഫാക്ചേഴ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. UK-യും വ്യവസായ വിപ്ലവം 18-ാം നൂറ്റാണ്ടിൽ നടക്കുമ്പോഴും അത് UK-യും യൂറോപ്പുമായിരുന്നു ഈ പറയുന്ന വ്യവസായ വിപ്ലവത്തിന് മുൻപന്തിയിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് US-ഉമായിരുന്നു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറുന്നത്. ഇവിടെ നിന്ന് പ്രൊഡക്റ്റുകൾ മറ്റ് രാജ്യങ്ങളിലോട്ട് ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്, അവർക്കൊരു ട്രേഡ് താരിഫ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഗ്ലോബലൈസേഷൻ കൺസെപ്റ്റുകൾ ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ അമേരിക്ക ഒരു മാനുഫാക്ചറിങ് യൂണിറ്റേ അല്ല, ഒരു മാനുഫാക്ചറിങ് ഹബ്ബേ അല്ല. എല്ലാം എവിടെയാണ്? ഏഷ്യൻ രാജ്യങ്ങളിലാണ്. ഇന്ത്യ, ചൈന, കൊറിയ, ബംഗ്ലാദേശ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മാനുഫാക്ചറിങ് നടക്കുന്നത്. അപ്പോൾ എന്ത് പറ്റി? ഈ സാധനങ്ങൾ US-ലോട്ട് വരുമ്പോൾ US-ന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ ഒരു ലോക്കൽ ബിസിനസ്സുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി എല്ലാ രാജ്യങ്ങളും ഇത്തരത്തിലുള്ള താരിഫുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ പല സെക്ടേഴ്സിനും ഇത്തരത്തിലുള്ള താരിഫ് വെച്ചിട്ടുണ്ട്. ഇന്ത്യ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമാണെങ്കിലും എല്ലാ സെക്ടറിലും നമ്മൾ ഓപ്പണാക്കി കൊടുത്തിട്ടില്ല. ഇപ്പോൾ വെഹിക്കിൾസ്, ഓട്ടോമൊബൈലിലൊക്കെ നമ്മൾ ഈ താരിഫ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ US പോലും ഈ താരിഫ് പ്രഖ്യാപിച്ചപ്പോൾ ടെമ്പററി ആയിട്ടെങ്കിലും കുറച്ച് സെക്ടേഴ്സിന് ഒഴിവാക്കി നമ്മൾ ശ്രദ്ധിച്ചു കാണും. കാരണം എന്താ? അപ്പോൾ ഇതുകൊണ്ട് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാകുമെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. അപ്പോൾ ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു $7 ട്രില്യൺ US വരുമാന വർധനവ് എല്ലാ വർഷവും ഉണ്ടാകും എന്നുള്ളൊരു, 7 ബില്യണാണോ ട്രില്യണാണോ, എനിവേസ് അത്ര വലിയൊരു വരുമാന വർധനവ് ഉണ്ടാകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത്രയും ഗ്ലോബൽ ബിസിനസ്സുകൾ വീണ്ടും നടന്നാലേ അത് ഉണ്ടാകത്തുള്ളൂ. ആക്ച്വലി വില കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് US-ലോട്ട് കയറ്റി അയക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിൽ നമ്മൾ ഫിഷ് വരും. ഈ പറഞ്ഞ ചെമ്മീൻ, ഞണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കേരളത്തിൽ നിന്ന് US-ലോട്ടാണ് കയറ്റി അയക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1000 രൂപ ഉണ്ടായിരുന്ന ഒരു ഫിഷിന് ഇനി US-കാർക്ക് മേടിക്കണമെങ്കിൽ 1026 രൂപ, 1256 രൂപ കൊടുക്കേണ്ടി വരും. ആ 256 രൂപ ആക്ച്വലി ആരുടെ തലയിലേക്കായിരിക്കും വരിക? US-ലെ ആ സാധനം വാങ്ങുന്ന സാധാരണക്കാരനാണ്. അപ്പോൾ അവൻ മാസത്തിൽ 5 പ്രാവശ്യം പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിന് പകരം വില കൂടിയതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? മാസത്തിൽ അവൻ്റെ പർച്ചേസ് 4 കുറയ്ക്കും, അവൻ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്താ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്? വോളിയം ഓഫ് ബിസിനസ് കുറയും. ഇത് മേലെ തട്ട് മുതൽ അല്ലെങ്കിൽ അപ്പ് ലൈൻ മുതൽ ബോട്ടം ലൈൻ വരെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഇമ്പാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. US-ൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും താരിഫിൻ്റെ അണ്ടറിലാക്കി. ബേസ് ലൈൻ 10%. ഇനി US-ലോട്ട് ആര് എന്തിറക്കണമെങ്കിലും 10% താരിഫ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്,
എവിടെയൊക്കെയാണോ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ളത് അവർക്കൊക്കെ 8ൻ്റെ പണി. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ട്. ഏഷ്യയിലെ 3ാമത്തെ രാജ്യം എനിക്ക് തോന്നുന്നു ജപ്പാനും സൗത്ത് കൊറിയയും മാത്രമാണ് നമ്മളെക്കാൾ കുറവ് താരിഫുള്ള ഏഷ്യൻ രാജ്യമുള്ളൂ. ബാക്കി എല്ലാ ഏഷ്യൻ രാജ്യങ്ങൾക്കും നമ്മളെക്കാൾ കൂടുതൽ എന്തുണ്ട്, താരിഫുണ്ട്. അതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാം കിറ്റെക്സ് എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിൽ മാനുഫാക്ചർ ചെയ്തുകൊണ്ട് കുട്ടികളുടെ ഡ്രസ്സ് US കയറ്റി അയക്കുന്നുണ്ട്. കിറ്റെക്സിൻ്റെ മേജറായിട്ടുള്ള ഒരു എതിരാളി ചൈനയിൽ നിന്നുള്ളൊരു കമ്പനിയാണെന്ന് കരുതുക. ചൈനയ്ക്ക് എത്രയാണ് ടാക്സ്? 36 ആണ്. ഓൾറെഡി 35 ആണ്. ഓൾറെഡി 20 ഉണ്ടായിരുന്നു, 35 കൂട്ടി മൊത്തം 55% ടാക്സ് ഉണ്ട്. 1000 രൂപയുടെ ഡ്രസ്സ് ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുകയാണ്. അപ്പോൾ 1250 രൂപയ്ക്ക് അമേരിക്കക്കാർക്ക് കിട്ടും. ഇത് ചൈനയിൽ നിന്ന് കയറ്റി അയച്ചാൽ 1000 രൂപയുടെ ഡ്രസ്സിന് ചൈനയിൽ നിന്ന് വരുന്ന ഡ്രസ്സിന് അവർ എത്ര രൂപ കൊടുക്കണം? 1550 രൂപ കൊടുക്കണം. ഇന്ത്യയിൽ നിന്നുള്ള ഡ്രസ്സിനോ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്, ഇങ്ങനെയല്ല അതിനെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഇന്ത്യൻ കമ്പനികൾക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ചില ഏരിയയിൽ ഇതുകൊണ്ട് ഗുണമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ക്ലോത്തിങ്, ഈ പറയുന്ന ടെക്സ്റ്റൈൽ സെക്ടറുകളിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ഇതുകൊണ്ടുണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ, ഉറപ്പല്ലേ നമ്മുടെ പല കമ്പനികൾക്കും ഡയറക്റ്റ് ചൈനീസ് കമ്പനികളായിട്ട് US കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനീഷ്യലി ഉണ്ടാവുന്ന ഈ ഒരു ഡിപ്പ് എല്ലാവർക്കും കിട്ടി. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇന്ത്യക്ക് ആ ഒരു പ്രയോറിറ്റി മീൻസ് ഇന്ത്യക്ക് കുറച്ചും കൂടി ആ ഒരു അഡ്വാൻറ്റേജ് വരാൻ ചാൻസ്. ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം വീഴാണ്. കാരണം ഗ്ലോബൽ ബിസിനസ്സുകൾ മൊത്തത്തിൽ ഇത് എഫക്റ്റ് ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ്. ഇത് എത്ര പെട്ടെന്നാണ് വീഴുന്നത് എന്നുള്ളതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഇതിന് മുൻപൊക്കെ ഉണ്ടായ വേൾഡ് ട്രേഡ് വാറുകൾ നോക്കുകയാണെങ്കിൽ 1925 മുതൽ 1934 വരെ ജർമ്മനിയും പോളണ്ടും തമ്മിൽ ഒരു ട്രേഡ് വാർ നടന്നു. നിങ്ങൾക്കറിയാം, ഈ 1925 മുതൽ 1934 വരെയുള്ള കാലഘട്ടം ഈ ട്രേഡ് വാറിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് പോലെയാണ് 1939 സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1930 USA ട്രേഡിംഗ് പാർട്ട്നേഴ്സും തമ്മിൽ ട്രേഡ് വാർ നടക്കുന്നുണ്ട്. 1932 മുതൽ 1938 വരെ UK അയർലൻഡും തമ്മിൽ ട്രേഡ് വാർ നടക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന് മുൻപ് പല രാജ്യങ്ങളും പരസ്പരം, ആ സമയത്ത് വലിയ രാജ്യങ്ങളിൽ നിന്ന് നമ്മളിപ്പോൾ പറയപ്പെടുന്ന അന്നത്തെ വലിയ രാജ്യങ്ങൾ പരസ്പരം ട്രേഡ് വാർ ഉണ്ടായതാണ് 1939 ഒരു എന്താ പറയുക, ഒരു സെക്കൻഡ് വേൾഡ് വാറിലോട്ട് ലോകത്തിനെ കൊണ്ടുപോയത്. പിന്നീട് നമ്മൾ ട്രേഡ് വാറുകൾ കണ്ടിട്ടുണ്ട്. ഇതിന് USA ജപ്പാനും 87 ട്രേഡ് വാർ നടന്നിട്ടുണ്ട്. 2018 മുതൽ ചൈനയും US ട്രേഡ് വാറിൽ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുന്നത് ഒരു കാലത്തും ലോക എക്കണോമിക്ക് നല്ലതുണ്ടാക്കിയിട്ടില്ല. നമ്മൾക്ക് ടെമ്പററി ആയിട്ട് ചില ബെനിഫിറ്റ്സ് ഉണ്ടാകും എന്നല്ലാതെ, അല്ലെങ്കിൽ ചില രാജ്യങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാകുമെന്നല്ലാതെ ഒരു ലോങ് റണ്ണിൽ ഇത് വലിയ സാമ്പത്തിക മാന്ദ്യത്തിലോട്ടോ അല്ലെങ്കിൽ വലിയ വലിയ എക്കണോമിക് ക്രൈസിസിലോട്ടൊക്കെ ലോകത്തെ കൊണ്ടുപോയി. ഈ ഒരു തീരുമാനത്തിൽ നിന്ന് ട്രംപ് ഇപ്പോൾ ഇങ്ങനെയുള്ള ആഫ്റ്റർ എഫക്ട്സ് കാണുമ്പോൾ ട്രംപ് ഇതിൽ നിന്നൊരു നെഗോഷിയേഷൻ ഇന്നലെ കൂടി പറഞ്ഞത്, ഇത് നല്ല കാര്യം നടക്കുന്നതിന് മുൻപ് ചെറിയ പെയിൻ അനുഭവിക്കേണ്ടി വരും എന്ന് മാത്രമാണ്. US ഇന്ന് ഇപ്പം നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ ഗവൺമെൻറ് ഏകദേശം ഒരേ ബോഡി പോലെയല്ല വർക്ക് ചെയ്യുന്നത്. പക്ഷേ US അങ്ങനെയല്ല. ഫെഡ് എന്ന് പറയുന്നത് വേറൊരു ബോഡിയാണ് സെപ്പറേറ്റ്. അപ്പോൾ ട്രംപിന് കയറി ഫെഡിനെ നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. അപ്പം ഫെഡിൻ്റെ ചെയർമാൻ പവൽ പറഞ്ഞത് കാര്യങ്ങളൊക്കെ നോക്കട്ടെ, ഇനിയിപ്പോൾ എന്തായില്ലേ, ഇനി ബാക്കിയുള്ളത് അതനുസരിച്ച് വരുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്താ ഉണ്ടാകുമെന്ന്, US നേരെ ഇൻഫ്ലേഷൻ അങ്ങോട്ട് കൂടും. കാരണം അപ്രണ്ടിൽ സാധാരണക്കാരൻ്റെ തലയിലായിരിക്കും ഈ ഭാരമൊക്കെ വരിക. US ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, അവരുടെ ഉള്ളിൽ തന്നെയുള്ള ചില കമ്പനികൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഇതുകൊണ്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ടെസ്ല ഉൾപ്പെടെയുള്ള, ടെസ്ലയായിട്ടിന് കോമ്പറ്റീറ്റ് ചെയ്യാൻ BYDക്കോ അല്ലെങ്കിൽ കൊറിയൻ ജപ്പാൻ ബ്രാൻഡുകൾക്കോ US സാധിക്കില്ല. മീൻസ് US വിറ്റുപോകുന്ന എല്ലാ ഇലക്ട്രിക്കൽ കാറും ഇനി ആരായിരിക്കും? ടെസ്ലയായിരിക്കും. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് അവിടുത്തെ ഡൊമസ്റ്റിക് കമ്പനികൾക്ക് ഉണ്ടാകും. പക്ഷേ അവിടെ മാനുഫാക്ചറിങ് ഉണ്ടാകണം. ഇപ്പോൾ ടെസ്ലയുടെ മാനുഫാക്ചറിങ് US പക്ഷേ ആപ്പിളിന് അത് തിരിച്ചാണ് കഥ. എന്താണ് മാനുഫാക്ചറിങ് എന്തില്ല? US. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, IoT ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിലെ സർവീസ് പ്രൊവൈഡർ, ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ പുള്ളിയുടെ കുറേ ക്ലയൻസ് ഉണ്ട്. അപ്പോൾ ഈ ഗുജറാത്തിലും UP ഒക്കെ മാനുഫാക്ചറിങ് ചെയ്യുന്ന US ക്ലയൻസ് ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ ഈവൻ സോഫ്റ്റ്വെയർ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ചിപ്പിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസാണ്. അപ്പോൾ അവനായിട്ട് ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ പല US നിന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് 20 കോടി 25 കോടി ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് നടത്തുന്ന പല ആളുകളും തിരിച്ചു പോകാൻ റെഡിയാണ്.
ഇത്തരം താരിഫ് കൊടുത്തുകൊണ്ട് അവർക്ക് ഈ പറയുന്ന SME സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. അവർക്ക് എന്ത് മാത്രമേ സാധിക്കൂ? ബാക്ക് ടു USA മാനുഫാക്ചറിങ് മാറ്റണം. USA മാനുഫാക്ചറിങ് മാറ്റുമ്പോൾ എന്താ പ്രശ്നം? US ഒരു എംപ്ലോയിനെ വയ്ക്കുന്ന കാശിന് ഇന്ത്യയിൽ 10 എംപ്ലോയിനെ വയ്ക്കും. അതുകൊണ്ടാണ് അവർ മാനുഫാക്ചറിങ് ഇന്ത്യയിൽ വെച്ചത്, അല്ലെങ്കിൽ ചൈനയിൽ വയ്ക്കുന്നത്, അല്ലെങ്കിൽ സൗത്ത് കൊറിയയിൽ വയ്ക്കുന്നത്. ഇത് പല SME കമ്പനികളും പൂട്ടിപ്പോകാൻ കാരണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം മാർജിൻ ഇല്ലാതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ ഈ സാധനം ഉണ്ടാക്കി അങ്ങോട്ട് അയക്കുമ്പോൾ അവിടെ 25% മാർജിൻ കൊടുക്കുകയും അവർ റെഡിയല്ല. പക്ഷേ ചില സെക്ടേഴ്സിൽ നമുക്ക് ഭയങ്കര വലിയ അനുകൂലങ്ങൾ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ടെക്സ്റ്റൈൽ സെക്ടറുകളിൽ, പിന്നെ ഈ ഓട്ടോമൊബൈൽ പാർട്ടുകൾ ഉണ്ടാക്കുന്ന കുറേ കമ്പനികൾ, ഇപ്പോൾ ഭാരത് ഫോർജ് പോലുള്ള ചില കമ്പനികൾ, ഇതൊക്കെ US അവരുടെ 40% എക്സ്പോർട്ട് US അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികൾക്ക് ചിലപ്പോൾ ചൈന പിന്നെ ഓപ്പോസിറ്റ് വരുന്നത് ആരാണ്? ഇവർക്ക് കോമ്പറ്റീഷൻ വരുന്ന ആരാണ് നോക്കുക. അപ്പോൾ നമ്മൾ 2 രീതിയിൽ വേണം ഇതിനെ അനാലിസിസ് ചെയ്യാനായിട്ട്. ഒന്ന്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ക്ലോത്തിങ് കമ്പനീനെ എടുക്കുകയാണ്. അപ്പോൾ ഈ ക്ലോത്തിങ് കമ്പനി 40% US കയറ്റി അയക്കുകയാണ്. ഈ കമ്പനിയുടെ കോമ്പറ്റീറ്റർ ഫ്രം ചൈനയെന്നാണ്, ഏറ്റവും വലിയ കോമ്പറ്റീഷൻ US ചൈനയാണെന്ന് കരുതുക. അപ്പോൾ ചൈന കമ്പനിക്ക് ഇനി ഈ കമ്പനിയോട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടും ചില സെക്ടറിൽ. അപ്പോൾ നമ്മൾ ആ കമ്പനീനെ എടുത്ത് പഠിക്കണം. ഈ കമ്പനിയുടെ ബിസിനസ് എത്ര ശതമാനം അമേരിക്കയിലുണ്ട്, ഈ കമ്പനിയുടെ കോമ്പറ്റീറ്റർ ചൈനയിൽ നിന്ന് ആരാണ്, അപ്പോൾ ആ കമ്പനിക്ക് എത്ര താരിഫുണ്ട്. അപ്പോൾ ഇങ്ങനെ സെക്ടർ വൈസ്, കമ്പനി വൈസ് നമ്മൾ ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമ്പാക്റ്റുകൾ പല പോക്കറ്റ്, അതായത് പല സെക്ടേഴ്സിൽ പലതാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാകേണ്ടതായിട്ട് വരും. ഇപ്പോൾ ചൈനയ്ക്ക് 34%, ഇന്ത്യക്ക് 26%. ചൈനയുടെ ആദ്യത്തെ 20% കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ 54-55% യൂറോപ്യൻ യൂണിയന് 20% ആണ് ഈ പറയുന്ന താരിഫുള്ളത്. അപ്പോൾ ഒരു 2 വർഷം ഈ ട്രംപ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ 2 വർഷം ഇത് ബാഡാണെങ്കിലും ട്രംപിൻ്റെ അവസാന 2 വർഷക്കാലം അമേരിക്ക പവർഫുള്ളാകും, അമേരിക്ക അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അതാണ് ട്രംപിൻ്റെ പ്ലാൻ. എത്രമാത്രം നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതാണ് ട്രംപ് പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് ഒരു 3-4 ലോക നാസിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഒരു 3-4 ലോക മഹായുദ്ധം ആയിരിക്കുമോ? അത് ട്രേഡ് വാർ എന്തായാലും തുടങ്ങി കഴിഞ്ഞു, ചൈന മിണ്ടാതിരിക്കുന്നു. ഓക്കെ, വാട്ട് എവർ. ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വരാണെങ്കിൽ ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റ് ബെയറിഷായി, എല്ലാവരും ഒരു ബോട്ടം ഹണ്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു റിക്കവറി ചാൻസ് ആണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. ആ സമയത്താണ് നമ്മളെപ്പോഴും പറയുന്നതായിരുന്നു ഏപ്രിൽ 2 എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഏപ്രിൽ 2 ഫിയർ ഫാക്ടർ, ട്രംപ് എന്താണ് വിളിച്ചു പറയുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മളത് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു അതായത് US മാർക്കറ്റ് വീഴുന്നതുകൊണ്ട് തന്നെ എന്തായാലും അതിൻ്റെ റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ പറ്റും. നമ്മൾ ലാസ്റ്റ് വീക്കും അല്ലെങ്കിൽ അതിന് മുമ്പത്തെ വീക്കിലും സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമായിരുന്നു, മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പിൽ സമയമായിട്ടില്ല. കഴിഞ്ഞ റിക്കവറിയിൽ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പും ക്യുക്കായിട്ട് തിരിച്ച് കയറിയപ്പോൾ പെട്ടെന്നൊരു കയറ്റം കാണിച്ചപ്പോൾ അയ്യോ സുനിൽ മിഡ് ക്യാപ്പിൽ ഇടണ്ടെന്ന് പറഞ്ഞിട്ട് മിഡ് ക്യാപ്പാണല്ലോ ആദ്യം കയറി എന്നൊക്കെ എൻ്റെ അടുത്ത് സംസാരം ഉണ്ടായിരുന്നു. അന്നും ഞാൻ പറഞ്ഞത് മാർക്കറ്റ് അതിൻ്റെ സ്ട്രെങ്ത്തിലോട്ട് വന്നിട്ടില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സെക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? ബാങ്ക് ആൻഡ് ഫിനാൻസ്, മെറ്റൽസ് കഴിഞ്ഞ ദിവസം 4% വീണു. പക്ഷേ ഞാൻ മെറ്റൽസിൽ ഭയങ്കര സ്ട്രോങ് ആണ്. ബാങ്കും ഫിനാൻസും കട്ടക്കി പിടിച്ചിരിക്കും. നിങ്ങൾ കാണാം. ശരിയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഈ താരിഫിന്റെ ഇഷ്യൂ വന്നന്ന് HDFC ബാങ്കിന്റെ റിസൾട്ട് വന്ന് പോസിറ്റീവ് 1.8% HDFC ബാങ്ക് പിടിച്ചു. നിഫ്റ്റി അന്ന് പ്ലസ് വരുന്നു. നിഫ്റ്റി 1.5% എല്ലാരെങ്കിലും പൊട്ടിങ്ങനെ ഇരിക്കുക. ഇത് പൊട്ടി, അത് ബാങ്ക് ആണെങ്കിൽ വീഴാണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ത്യ അതനുസരിച്ച് അവരത് മാനേജ് ചെയ്താന്ന് തോന്നുന്നു. റൈറ്റ്? യെസ്, ഉറപ്പായിട്ടും. ഇനിയിപ്പോൾ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്നൊരു കാര്യം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ താരിഫിന്റെ ബെനിഫിറ്റ്സ് ഒരു പക്ഷേ ഇന്ത്യക്ക് കിട്ടും എന്ന് വിചാരിക്കും. കാരണം ചൈനയ്ക്ക് 55%, 34% ഓൾറെഡി 20 ഉണ്ട്. ഓൾറെഡി 20 പ്ലസ് 34, 54%. അങ്ങനെയാണ്. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഇതാണ്. അപ്പോൾ ഓൾറെഡി ഇന്ത്യക്ക് എത്ര ഉള്ളത്? ഇന്ത്യക്ക് 2-1 എങ്ങാണ്ടാ ഉള്ളത്. അതാണ് 24 വന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇന്ത്യ ചൈനയ്ക്ക് പകരം ഇന്ത്യനെ അങ്ങോട്ട് മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് കാണുകയാണെന്ന് വിചാരിക്കും. നമുക്കത് ക്യാച്ച് ചെയ്യാനുള്ള പവർ ഉണ്ടോ? നമ്മൾ എവിടെയാണ് അത്ര വലിയൊരു മാനുഫാക്ചറിങ്, ഏത് സെക്ടറിലാണ് നമ്മൾ നടത്തുന്നത്? ഈ പറഞ്ഞ വളരെ കുറച്ച് സെക്ടേഴ്സിൽ മാത്രമല്ലേ ഇന്ത്യക്ക് ആ ഒരു മാനുഫാക്ചറിങ്. ഇവർ ഈ അമേരിക്കയിലേക്ക് കൊണ്ടുപോകണേക്കെ കൂടുതൽ ഇവർ ഇന്ത്യയിൽ വന്ന് മാനുഫാക്ചറിങ് ചെയ്താലോ? യെസ്, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലോട്ട് ചിലപ്പോൾ കുറച്ച് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നേക്കാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഫ്രണ്ടിൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു. ഒരു 20-25 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾ 2 വർഷം എന്തുമായിട്ടുള്ളൂ. പുള്ളി ആ ബിസിനസ് പൂട്ടിക്കെട്ടി ഇതിൻ്റെ മാനുഫാക്ചറിങ് US മാറ്റാൻ റെഡിയാണ്. കാരണം ഈ 25% താരിഫ്. അപ്പോൾ പല സെക്ടേഴ്സും ഇത്തരത്തിലുള്ള ഡിസിഷനിലോട്ട് ചിലപ്പോൾ പോയേക്കാം.
അപ്പോൾ ചില സെക്ടേഴ്സിലായിരിക്കും ഇതിൻ്റെ പോസിറ്റിവിറ്റി വരും. അപ്പോൾ ഇന്തോനേഷ്യക്ക് എന്ത് ചെയ്യും? അവർക്ക് ഏകദേശം 46% അല്ലേ വെച്ചു കൊടുത്തത്? അതെ, പല രാജ്യങ്ങളും US ആയിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമ്മൾ കാണേണ്ടത് ഇവിടെയാണ് ശരിക്കും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ശക്തി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇനിയും എന്താ ട്രേഡ് ടോക്സുകൾ, നമ്മുടെ ട്രേഡ് ടോക്സ് അല്ല, ട്രേഡ് ടോക്സുകൾ നടക്കും, വ്യാപാര ചർച്ചകൾ നടക്കും. ഇവിടെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ താരിഫുകൾ ചില സെക്ടേഴ്സിൽ, ഇപ്പോൾ ഫാർമയ്ക്ക് ഇല്ല എന്ന് പറയുന്ന പോലെ ചില സെക്ടേഴ്സിൽ നമുക്ക് നൈസായിട്ട് കുറച്ച് മേടിക്കാൻ പറ്റിയാൽ നമ്മളിതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാക്കും. പക്ഷെ അവിടെ ഇന്ത്യക്ക് അത് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഗവൺമെൻറ്റിന് എന്തൊക്കെ പറഞ്ഞാലും അതിനൊരു നീക്കുണ്ട്. നമ്മളത് പല ഏകദേശം സെറ്റ് ആയിരിക്കും. അതായിരിക്കും നമ്മുടെ മാർക്കറ്റ് അധികം പൊട്ടാതെ പിടിച്ചിരിക്കുന്നത്, റൈറ്റ് ആയിരിക്കാം. നമ്മുടെ മാർക്കറ്റിൽ കഴിഞ്ഞ തവണ വന്ന സിംഗ്ലോ വീണ്ടും ബ്രേക്ക് ചെയ്യുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും കോൺഫിഡൻസ് ഒന്നുമില്ല. അത് 21,900 ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ 23 തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ പറയുന്ന പേടിപ്പിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ പറഞ്ഞ അതേ സെക്ടേഴ്സ്, ബാങ്ക്, ഫിനാൻസ് കറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു കയറാം. പ്രത്യേകിച്ച് ഫിനാൻസ് സെക്ടറിൽ കറക്ഷൻ കിട്ടിയാൽ അത് ഓപ്പർച്യൂണിറ്റിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലാർജ് ഗ്യാപ്പുകളിൽ ഒരു വലിയ കറക്ഷൻസും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആക്ച്വലി ട്രംപ് ഈ ഒരു കാര്യം കൊണ്ടുവന്നതുകൊണ്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് അമേരിക്കയ്ക്ക് എന്തെങ്കിലും ഗുണമുള്ളൂ. അപ്പോൾ ഇപ്പം അമേരിക്കയ്ക്ക് ഒരു ഗുണമില്ല. ഞാൻ 2 വർഷം കഴിയുമ്പോൾ ഇതിനെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് വന്നു തുടങ്ങും എന്നാണ് ഞാൻ പറഞ്ഞത്. പോസിറ്റീവാണ് കാര്യങ്ങൾ. കാരണം ട്രേഡ് നെഗോസിയേഷൻസിൽ അമേരിക്കയ്ക്ക് ഒരു എഡ്ജ് കിട്ടി. കാരണം ഇപ്പോൾ ചൈനയുടെ 55 വന്നു. ഇപ്പോൾ ഇനി നെഗോഷിയേറ്റ് ചെയ്തൊരു 38-ലോ 50-ലോ എത്തിച്ചാലും കാര്യങ്ങളൊക്കെ അല്ലേ. രണ്ടാമത് ഇൻക്രീസ് ഗവൺമെൻറ് റവന്യൂ ആണ്. ഗവൺമെൻറ് റവന്യൂ കൂടും. ഇപ്പോൾ ഓൾറെഡി US ഭയങ്കരമായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇത് കുറയും. അപ്പോൾ അമേരിക്ക സൂപ്പർ ആകും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഇന്ത്യനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ വേൾഡിനെ സംബന്ധിച്ചോളം വേൾഡിൻ്റെ എൻജിൻ ഇപ്പോഴും അമേരിക്ക തന്നെയാണ്. അമേരിക്ക സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നത് തന്നെയാണ് വേൾഡിനെ എപ്പോഴും നല്ലത്. ഓക്കെ, ചൈന അതിനെ ഓവർകം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡോളർ മാറി വേറൊരു കറൻസി വരികയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ എക്കണോമീനെ ഉൾപ്പെടെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ചൈന സൂപ്പർ പവറായിട്ടിരിക്കാൻ ഇതുകൊണ്ട് ഒരുപക്ഷെ സാധിച്ചേക്കാം. കാര്യങ്ങൾ ട്രംപ് വിചാരിക്കുന്ന പോലെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ. 2016 അല്ലെങ്കിൽ 2017 പുള്ളി ഇതിനു മുമ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയതാണ്. അന്ന് അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇവിടെയുള്ളൊരു വേറൊരു പ്രശ്നം, അൺവാണ്ടഡ് ആയിട്ടുള്ള ചില ഗ്ലോബൽ പൊളിറ്റിക്സ് ഇവിടെ നടക്കും. ഇപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടാകുന്നു, അമേരിക്കയും യൂറോപ്പും തമ്മിൽ ഇതും പറഞ്ഞ ഇഷ്യൂ ഉണ്ടാകുന്നു, ചൈനയും യൂറോപ്പും അടുക്കുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഇതിൽ. അപ്പോൾ ഒരു ബൈപ്പോളാർ വേൾഡിലോട്ട്, ഒരു പുതിയ ബൈപ്പോളാർ വേൾഡിലോട്ട് കാര്യങ്ങൾ പോയി. നമ്മൾ 35-ലെ കഥ പറഞ്ഞപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിലും ഇത്തരത്തിലുള്ള 2 ചേരിതിരിവുകളാണ് അതിൻ്റെ കാരണമായിട്ട് വന്നത്. ഇതേ ചേരിതിരിവ് ഗ്രാജുവലി വന്നു. ഇപ്പോൾ ഇന്നലെ തന്നെ ഇറാനെ എങ്ങാനും അമേരിക്ക, ഇപ്പോൾ ഇറാൻ കരാറിലേക്ക് എത്തിയില്ലെങ്കിൽ, ആണവ കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനിൽ ബോംബിടുമെന്ന് ട്രംപ് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം റഷ്യ എന്താ പറഞ്ഞത്? ഇറാനിനെ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ, അമേരിക്ക ഇറാനിനെ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 3rd വേൾഡ് വാർ ആയിരിക്കും മാറും എന്നാണ് അമേരിക്കയ്ക്ക് റഷ്യ വാൺ ചെയ്തത്. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്താണ്? റഷ്യ അമേരിക്ക ഒന്നാണെന്നാണ്. അപ്പോൾ പുടിൻ വളരെ പച്ചയ്ക്ക് അത് പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ന്. അപ്പോൾ അമേരിക്ക ഒരു പക്ഷേ ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ ഇവിടെ ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് എങ്ങനെ നിൽക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു നാരോ ലൈൻ പിടിക്കുക. നമുക്ക് ഒരു പവർഫുൾ ഇന്ത്യ, ഒരു പവർഫുൾ ചൈനയാണ് വേണ്ടത്. ഒരു പവർഫുൾ ഇന്ത്യ, ഒരു വീക്ക് ചൈന, എന്നാലും നമുക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ ഒരു വീക്ക് അമേരിക്ക, സ്ട്രോങ് ചൈന നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പറയുമ്പോൾ അതാണ് തേങ്ങയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മളുടെ രാജ്യത്തിന് നല്ലത് ഒരു സ്ട്രോങ് അമേരിക്ക, ഒരു സ്ട്രോങ് ചൈന തന്നെയാണ്. എന്നാൽ മാത്രമേ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആരോട് നെഗോഷിയേറ്റ് ചെയ്യണം? നമുക്ക് അമേരിക്കയായിട്ട് നെഗോഷിയേറ്റ് ചെയ്യണം, ചൈനയായിട്ട് നെഗോഷിയേറ്റ് ചെയ്യണം, റഷ്യയായിട്ടും കാര്യങ്ങൾ നടക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു മേജർ കൺസേൺ. അമേരിക്കയിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ നെഗറ്റിവിറ്റി അവിടുത്തെ ചെറിയ ചെറിയ ബിസിനസ്സുകളെ ഭയങ്കരമായിട്ട് ഇത് ബാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽ മേടിച്ച് നടത്തുന്ന ഒരു ചെറിയ ബിസിനസ് എന്ന് വിചാരിക്കും. അവർക്ക് റോ മെറ്റീരിയലിന് കൂടുതൽ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മാർജിൻ എഫക്ട്സ് വരും. അപ്പോൾ അങ്ങനെയുള്ള പല പ്രോബ്ലംസും അമേരിക്കയിലുള്ള ഇവരൊന്നും ട്രംപിനെതിരായിട്ട് തിരിയാനുള്ള ചാൻസ്. പല രാജ്യങ്ങളിൽ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഇലക്ഷനിൽ ട്രംപിൻ്റെ പാർട്ടി വലിയ രീതിയിൽ പരാജയപ്പെട്ടു. ട്രംപ് വിജയിച്ച ഒരു മണ്ഡലത്തിൽ, അല്ലെങ്കിൽ ട്രംപ് വിജയിച്ച ഒരു ഏരിയയിൽ, അമേരിക്ക മണ്ഡലമല്ല ഞാൻ ഉദ്ദേശിച്ചത്, അമേരിക്കയിലെ ആ ഒരു ഈ സ്ഥലത്തെ പ്രവിശ്യ ട്രംപ് ഏകദേശം 10%, 6% കണ്ട് വിജയിച്ച സ്ഥലത്ത് ട്രംപിൻ്റെ പാർട്ടി 10% തോറ്റു എന്നുള്ളതാണ്.
അപ്പോൾ ഈ നടത്ത ഏതൊരു ഇലക്ഷനിലാണ്, ഞാൻ ഇന്നലെയാണ് ആ ന്യൂസ് വായിച്ചത്, ഏത് സ്ഥലമാണെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ പല സ്ഥലത്തും ജനങ്ങൾ തിരിഞ്ഞു തുടങ്ങി. അയ്യോ ഞങ്ങൾ ഇങ്ങനെ ആക്കാനാണോ നിങ്ങളെ പിടിച്ച് ജയിപ്പിച്ചത്, അയ്യോ 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 എന്ന് വിളിച്ച് തുടങ്ങിയ പല കാര്യങ്ങളും. അപ്പോൾ ഇന്ത്യക്ക് ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് എടുക്കാം. പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിൽ നമുക്കാണ് ഏറ്റവും കുറവ് താരിഫ്, നമുക്കിത് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ സപ്ലൈ ചെയിനിൽ വന്ന കുറവ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പേഴ്സണലി അഗൈൻ പറയുന്നത് ഈ ഒരു ഡിപ്പാണ് യഥാർത്ഥ ഓപ്പർച്യൂണിറ്റി എന്നാണ് ഫണ്ടുകൾക്ക് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ലാർജ് ക്യാപ് ഫണ്ടിൽ ആ ഒരു ഇത് വന്നിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? ഞാൻ വിചാരിക്കുന്നത് ഈ ഡെക്കേഡിലെ അല്ലെങ്കിൽ അടുത്ത 20 വർഷത്തെ ഏറ്റവും മികച്ച ബൈ റേറ്റിലോട്ട് ഇത് മാർക്കറ്റിനെ കൊണ്ടുപോകും. അവിടെയാണ് ഗെയിം. തീർച്ചയായിട്ടും. ഞാൻ April 2 വേണ്ടി വെയിറ്റ് ചെയ്ത് കയറുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുറച്ചുകൂടി നമുക്ക് ആഡ് ഓൺ ചെയ്ത് തുടങ്ങാം അല്ലേ, റൈറ്റ്? ലാർജ് ക്യാപ് ഫണ്ടുകളിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും ഇത് ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ അതിനു മുമ്പും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് സംസാരിച്ച കാര്യം, നമ്മുടെ മെൻറ്റർഷിപ്പിൽ നമ്മൾ സംസാരിച്ച കാര്യം, ലീഡറായിട്ട് ആരാ നിൽക്കുന്നത്? ഇറ്റ്സ് എ ഫിനാൻസ്. ഈ കറക്ഷന് കൊണ്ട്, ട്രംപിൻ്റെ April 2 മുമ്പാണ് ഞാൻ സംസാരിച്ചത്, ഈ കറക്ഷന് കൊണ്ട് ഫിനാൻസിൽ 2, 3, 4% കറക്ഷൻ വന്നാൽ ഇറ്റ് ഈസ് ഓപ്പർച്യൂണിറ്റി. അങ്ങനെ മാർക്കറ്റിനെ കാണുമ്പോൾ നമുക്ക് വീണോട്ടെ, ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് വീണോട്ടെ, അല്ലെങ്കിൽ ഇന്ന സ്റ്റോക്ക് വീണു, നിഫ്റ്റി വീണു, നമ്മളെന്തിനാണ് കൺസേൺ ആവുന്നത്? ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള ട്രേഡ് ചെയ്യുന്ന, ഓവർനൈറ്റ് ട്രേഡൊന്നും നമ്മൾ എടുക്കുന്നില്ല. രണ്ടാമത് പുതിയതായിട്ട് സ്റ്റോക്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ ഇറ്റ്സ് ഓക്കെ, അവർക്ക് കുറച്ച് വേദനകൾ ഉണ്ടാകും. പക്ഷേ നിങ്ങൾ പുതിയതായിട്ട് ആഡ് ചെയ്യുമ്പോൾ ലീഡേഴ്സിലോട്ട് ആഡ് ചെയ്യും, ഫിനാൻസ് സെക്ടറിലോട്ട് FIAസും DIAസും നിന്ന് ഫിനാൻസ് സെക്ടേഴ്സ് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. അങ്ങോട്ടേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതെല്ലാം ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ മാർക്കറ്റ് താഴോട്ട് പോകണം. നമുക്കറിയാം ചില ഡാറ്റ പോയിൻറ്റ്സ്. വാരൻ ബഫറ്റ് കുറേ നാളായിട്ട് ക്യാഷ് കൊണ്ടിരിക്കുന്നു. വാരൻ ബഫറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് തോന്നുന്നത് താരിഫ് വെച്ചത്. വാരൻ ബഫറ്റ് അല്ലാതെ ഇങ്ങനെ അറിയുന്നത് എനിക്കറിയില്ല. ഒരു 20-30% ക്യാഷായിട്ട് വാരൻ ബഫറ്റ് വെയിറ്റ് ചെയ്യായിരുന്നു. എന്തിനാ? മാർക്കറ്റ് ക്രാഷിന് വേണ്ടിയിട്ട്. അത് എക്സ്പീരിയൻസ് ആണോ അതോ ബാക്ക്ഗ്രൗണ്ട് ന്യൂസ് പറഞ്ഞു കൊടുത്താണോ എന്ന് എനിക്കറിയില്ല. എനിവേസ്, ഇത്തരത്തിലുള്ള വലിയ കറക്ഷൻ വന്നാൽ ഇത്തരത്തിലുള്ള ബിഗ് പ്ലേയേഴ്സ്, ക്യാഷുമായിട്ടിരിക്കുന്ന ബിഗ് പ്ലേയേഴ്സ് തിരിച്ചിടും. വലിയ കമ്പനികൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും. ഇത് മാർക്കറ്റിൽ വലിയൊരു ലിക്വിഡിറ്റി ഉണ്ടാക്കുകയും അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആഫ്റ്റർ 2 years ഈ ഇഷ്യൂസൊക്കെ എത്ര നാൾ നിൽക്കും? ഈ എത്ര വലിയ ഇഷ്യൂ വന്നാലും ഒരു 3 മാസം to 4 മാസം അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ അത് ഫാക്ടേഡ് ആവും. അത് മാർക്കറ്റിൽ അലിഞ്ഞ് ചേർന്ന് അത് മാർക്കറ്റിൻ്റെ ഭാഗമാവും. പിന്നെ അതിന് ഇമ്പാക്റ്റ് ഇല്ലാതെയാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗ്രാജുവലി മാർക്കറ്റ് തിരിച്ചു കയറും. എനിക്ക് തോന്നുന്നു ഇന്ത്യ ആയിരിക്കും അടുത്ത 5 വർഷത്തിൽ ഏറ്റവും മികച്ച റിട്ടേൺസ് നൽകാൻ പോകുന്ന ഏഷ്യൻ രാജ്യം എന്നുള്ളതാണ്. ഇത് ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് ഞാൻ പറയുന്നത്. നോക്കി നല്ല സ്റ്റോക്കുകൾ ആഡ് ചെയ്യുക. ദിസ് ഈസ് ജസ്റ്റ് ആൻ ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും. അപ്പോൾ നല്ലൊരു കാര്യമാണ്. എനിക്കാണ് സുനിൽ ഈ ഹിസ്റ്ററിനെ കുറിച്ച് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. സുനിൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോപ്പിക്. ഞാൻ ഈ ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഇതിനു മുമ്പ് നടന്ന ട്രേഡ് വാറുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കിയതാണ്. അത്രേ ഉള്ളൂ. ഓക്കെ. എന്നാലും സുനിലിന് ഇഷ്ടമുള്ള ടോപ്പിക്കാണ് ഹിസ്റ്ററി. സുനിൽ എപ്പോഴും കേൾക്കാനും അല്ല അറിയാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും അതങ്ങനെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. April 2 താരിഫ് വന്നു, മാർക്കറ്റ് വീണു, മാർക്കറ്റ് ബെയറിഷ് ഓൾറെഡി 400 പോയിന്റ് ഗ്യാപ് ഡൗൺ ഒരു പക്ഷേ നിഫ്റ്റി കണ്ടേക്കാം. അപ്പോഴും ബാങ്ക് പിടിച്ചു നിൽക്കണോ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഗിഫ്റ്റ് നിഫ്റ്റി പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു, വീഴുന്നുണ്ടായിരുന്നില്ല. നിഫ്റ്റിയും എനിക്ക് തോന്നുന്നില്ല തിങ്കളാഴ്ച വലിയ കാര്യമായിട്ട് വീഴുന്നു. പറഞ്ഞത് 2% വീഴട്ടെ, ഒരു എൻട്രി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വരട്ടെ. HDFC ബാങ്കിലൊക്കെ ആ ഒരു ഇത് കിട്ടാത്തവർക്ക് ഇപ്പൊ ആഡ് ഓൺ ചെയ്ത് തുടങ്ങാം അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ആ മെർജ് ചെയ്ത സമയത്ത് വീണ സമയത്ത് 1800 അടുത്ത് HDFC ബാങ്ക് ഇപ്പൊ നിൽക്കണം. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്കിനി ബാക്കിയെല്ലാം നമ്മൾ നേരിടാൻ റെഡി ആയിട്ടിരിക്കുക. ഒരു കാര്യം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാണ്ട്. ബാങ്കിന്റെ കേസ് പറയുമ്പോൾ ആനന്ദ് മഹീന്ദ്രയുടെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അടുത്ത 2 വർഷം ഇന്ത്യയിലെ ചില ബാങ്കുകളായിരിക്കും ഏറ്റവും ബാഡ് റിസൾട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ കണ്ടിരുന്നു. ആനന്ദ് മഹീന്ദ്ര ചുമ്മാ കാര്യങ്ങൾ പറയില്ല. കാരണം ഇപ്പോഴത്തെ കേസിൽ 6% ബാങ്ക് എടുത്ത് 8% ബാങ്ക് കൊടുക്കുന്നു, അല്ലെ ഇത് ഡെപ്പോസിറ്റ് കൂടുതൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നഷ്ടത്തിലാണ് ബാങ്കുകൾ ബിസിനസ് ഓടിക്കുന്നത് എന്നുള്ളൊരു ട്വീറ്റ് ആനന്ദ് മഹീന്ദ്രയുടെ ഉണ്ടായിരുന്നു. അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. പക്ഷേ കറണ്ട് സിറ്റുവേഷൻസിൽ ബാങ്കുകളിൽ കുറച്ച് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബാങ്കിനേക്കാൾ പ്രയോറിറ്റി ഫിനാൻസ് സെക്ടേഴ്സിൽ കൊടുക്കുക. ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ബാങ്ക് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സാധാ ബാങ്കുകളല്ല,
ഈ പറയുന്ന Small ബജാജ് ഫിനാൻസ് പോലുള്ള, ഞാൻ സ്റ്റോക്കിന്റെ പേരല്ല, അത്തരത്തിലുള്ള ഫിനാൻസ് സ്റ്റോക്കുകൾ, ഓക്കെ, അല്ലെങ്കിൽ HDFC ലൈഫ്, HDFC ലൈഫ് വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് പരിഗണിക്കാം, കുഴപ്പമില്ല. ഫിൻനിഫ്റ്റിയിൽ വരുന്ന സ്റ്റോക്കുകൾ, ഫിൻനിഫ്റ്റിയിൽ വരുന്ന സ്റ്റോക്കുകൾ, ഫിൻനിഫ്റ്റിയിലുള്ള സ്റ്റോക്കുകളെ നമുക്ക് മെയിനിൽ പരിഗണിക്കാം. ഇതിന് നമ്മുടെ മണപ്പുറം, മുത്തൂറ്റ് ഇങ്ങനെയുള്ള കമ്പനികൾ. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഒരു സ്റ്റോക്ക് എന്താ, വൺ ഫിനാൻസോ സ്മാർട്ട് ഫിനാൻസോ അങ്ങനെ ഏതാണ്ടൊരു കമ്പനി ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് FISൻ്റെ അത്യാവശ്യം നല്ല ഡെപ്പോസിറ്റ്സ് വരുന്ന ഒരു ഇത് കണ്ടിരുന്നു. അപ്പോൾ ഫിനാൻസ് ഇത് നിങ്ങൾ റിസർച്ച് ചെയ്യുക. ഞാൻ ഈ സ്റ്റോക്കിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ സ്റ്റോക്സ് ആഡ് ചെയ്യല്ല. നിങ്ങൾ പോയി നോക്കുക, ചാർട്ട് നോക്കുക, നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം ഈ പറഞ്ഞ സെക്ടേഴ്സിലോട്ട് അടിപൊളിയായിട്ട് എൻട്രി ചെയ്യാനായിട്ട് ശ്രമിക്കുക. കറക്ഷൻ വരട്ടെ, കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതെ, തീർച്ചയായിട്ടും. സോ പിള്ളേർക്ക് ക്ലാസ്സൊക്കെ അടച്ച് എല്ലാവരും ഡിസ്റ്റർബ്ഡ് ആയിട്ട് വെക്കേഷൻ മൂഡിലായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാം മാർക്കറ്റിൻ്റെ. എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കുക അല്ലേ? അപ്പോൾ ട്രംപിന് നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചു. ട്രംപ് എഫക്റ്റ് ആണ് ട്രേഡ് ടോക്സിന്റെ പോഡ്കാസ്റ്റിലൊരു ട്രംപ് എഫക്റ്റ് ആണ്. എല്ലാ ട്രേഡ് ടോക്സിന്റെ പോഡ്കാസ്റ്റ് മാത്രമല്ല, ലോകത്തിലെ എല്ലാ ന്യൂസ് ചാനലുകളിലും ട്രംപാണ്. ട്രംപിന്റെ ഒക്കെ ഒരു യോഗ അതാണ് ആ സ്ഥാനത്തിന്റെ പവർ. ചിലർ പറയുന്നുണ്ട് ഈ പുള്ളിക്ക് എന്ത് പ്രശ്നം അല്ലേ, വെറുതെ നന്നായിട്ട് പോകുന്ന സമയത്ത് അതല്ലേ. നമുക്ക് ബൈഡനെ കയറിയ സമയത്ത് പുള്ളിയുടെ ഒരു ന്യൂസും കേൾക്കാനില്ല. നല്ലല്ലോ ട്രംപ്. അതെ, തീർച്ചയായിട്ടും. അതാണ് പവർഫുൾ പല ഇമേജ് ഒക്കെ കണ്ണ് എന്തൊക്കെ ഫോട്ടോസ് ഇറങ്ങുന്നത്. യൂറോപ്യൻ യൂണിയനൊക്കെ നശിപ്പിച്ച് ഇങ്ങനെ ഇപ്പോൾ യൂസ് ചെയ്തില്ലെങ്കിൽ UK അവസ്ഥയായിട്ട് യൂസ് മാറും എന്നുള്ളതാണ്. UK ഒരു കാലത്ത് ലോക ലീഡേഴ്സ് ആയിരുന്നില്ലേ, ആ ലീഡേഴ്സ് ഒന്നും അല്ലാതെ മാറിയില്ല ഇപ്പോഴത്തെ കേസിൽ. യൂസും അങ്ങനെ ആയേക്കാം ഭാവിയിൽ. ട്രംപിനെ ബ്ലെയിം ചെയ്യുന്നവർ ഭാവിയിൽ ചിലപ്പോൾ ട്രംപിനെ സ്തുതിച്ചേക്കാം. റൈറ്റ്, ഇന്ത്യയിൽ നിന്ന് ആരും സ്തുതിക്കില്ല, പക്ഷെ US നിന്ന് ആരെങ്കിലും ഒക്കെ സ്തുതിച്ചേക്കാം. തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ എതിരെ പറയുന്ന ആളുകൾ, എന്റെയും ഇന്ത്യൻ ഗവൺമെന്റ് പോയി ചർച്ച ചെയ്ത് ഈ താരിഫ് ഒരു 15-ലോട്ടൊക്കെ, ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ഒരു 15-ലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 20-ലോട്ട് എത്തിയാൽ പോലും ഇന്ത്യൻ കമ്പനികൾക്ക് അത് അപ്പൊ എന്തായാലും നമ്മൾ ഇന്ത്യയിലെ കാര്യം അന്വേഷിച്ചാൽ US ഇന്ത്യക്കാരെ US-ന്റെ കാര്യം അന്വേഷിക്കട്ടെ. ചൈനയ്ക്ക് നല്ല താരിഫ് കൊടുത്ത്, സൗത്ത് കൊറിയക്ക് നല്ല താരിഫ് കൊടുത്ത്, ഇന്ത്യനെ സംരക്ഷിച്ച താരിഫ് കുറച്ച് തരാണെങ്കിൽ അല്ല, ട്രംപ് പറയാൻ നിനക്ക് ഞാനിത് കുറച്ച് തന്നില്ല, ഇവർക്കൊക്കെ ഞാൻ കൂട്ടി വെച്ച് കൊടുത്തില്ലേ എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയിലുള്ള ആളുകൾ അത്ര പവർഫുൾ ആയിട്ടുള്ള അഡ്വൈസ് ചെയ്യുന്ന ഫണ്ടുകൾ ഇങ്ങോട്ട് വരാനുള്ള ഒരു വലിയ സാധ്യതകളുണ്ട്. ഇപ്പൊ തന്നെ ഒരൊറ്റ എക്സാമ്പിളോട് ഞാൻ പറയാം. ഇപ്പൊ ആപ്പിൾ ചൈനയിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ താരിഫ് കുറവ്, അപ്പൊ എന്ത് ചെയ്യും, മാനുഫാക്ചറിങ് കൂടുതൽ ഇന്ത്യയിലാക്കും. ഇത്രേ ഉള്ളൂ. നമുക്ക് എന്തുകൊണ്ട് നല്ലതാണ്. അപ്പൊ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ അമേരിക്കയിൽ ഇങ്ങനെ ഒരു പിഴിയാണ്, ഇങ്ങനെ തലോടി കമന്റ് ഉണ്ട്, മോദി പോയി ഞാനങ്ങനെ കാല് നക്കി കൊടുത്തു എന്നൊക്കെ. ഞാൻ എന്താ അങ്ങനെയൊന്നും അല്ല സംഭവങ്ങൾ. ഇവിടെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള അത്യാവശ്യം പവറും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യട്ടെ. ഇങ്ങനെയല്ലേ ഒരു ഇന്റർനാഷണൽ പോളിറ്റിക്സ്. അല്ലാതെ അവിടെ നമ്മൾ ഈഗോ കാണിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ പവർ വിട്ടുകൊടുക്കാതിരുന്നു, അതൊക്കെ നമുക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് ഒരു പട്ടം പറപ്പിക്കുന്ന പോലെ ഇച്ചിരി വിട്ടുകൊടുത്ത്, ഇച്ചിരി വലിച്ച്, ഇച്ചിരി വിട്ടുകൊടുത്ത്. നമ്മൾ 55% ടാക്സ് മേടിക്കുന്ന രാജ്യം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പല കമ്പനികൾക്കും അതുകൊണ്ട് പണിയുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കമ്പനികളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എന്നാൽ വലിയ പണി കിട്ടാത്ത ഒരു നല്ല മാനേജ്മെന്റ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ ഓപ്പർച്യൂണിറ്റി എല്ലാവരും യൂസ് ചെയ്യുക. ഇനി അടുത്ത ഇവന്റ്സ് ഒന്നും ഇല്ല, പേടിക്കാതിരിക്കുക. അപ്പം നമുക്ക് എന്തായാലും മൺഡേ. പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളെപ്പോലുള്ള പോഡ്കാസ്റ്റുകൾ, ന്യൂസുകൾ കേട്ട് ഫിയർ അടിക്കാതിരിക്കുക. ഒന്നല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് കാണാതിരിക്കുക. ശരിക്കും അതാണ് ചെയ്യേണ്ടത്. ആക്ച്വലി ഇത് ഇങ്ങനത്തെ വീഡിയോസ് ഈ സമയം കടന്നു പോകുമെന്ന് പറയുന്ന പോലെ. അപ്പൊ തീർച്ചയായിട്ടും അടുത്തൊരു പോഡ്കാസ്റ്റ് ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.